ഇന്ന് ജൂൺ 1 കേട്ടോ. മക്കൾ രണ്ടാളെ സ്കൂൾ മാറ്റിയതുകൊണ്ട് തന്നെ പുതിയ സ്കൂളിലേക്കാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ. ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. രണ്ടാളെ ഞാൻ കൊണ്ടുപോവാണ്. ഞാൻ ലീവാക്കിയതാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഉറങ്ങി. എനിക്കിങ്ങനെ ടെൻഷൻ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ളത് നോക്കാം കേട്ടോ. ഡ്രസ്സൊക്കെ ഇന്നലെ തന്നെ സെറ്റാക്കി കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് മുന്നേ ഇപ്പോൾ 2 മാസമായിട്ട് 10 മണിക്കാണ് ആഴ്ച നീക്കൽ. ഞാനും കൂടെ ഓഫീസിൽ പോകണോണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ടുമാണ് ഓളെ നീക്കൽ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടി 7 മണിയാകുമ്പോൾ ഞാൻ നീപ്പിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. എനിക്ക് ഇങ്ങനെ പിന്നെ ചാടി നീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും. ആഴ്ചയ്ക്ക് ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ എന്തായാലും ഓളെ നീപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഓരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എല്ലാം ബോക്സിലും ഇതിലൊക്കെ ആക്കി കൊടുത്തു. അതൊക്കെ ഓരോ ബാഗിലും കാര്യങ്ങളൊക്കെ ഓരോന്നെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവർക്ക് 2 കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കപ്പ്, പിന്നെ സ്നാക്സ് ബോക്സ് അല്ലേ, മറ്റേ നമ്മളെ പ്ലേറ്റ്, അങ്ങനെയുള്ള സാധനത്തിലൊക്കെ ക്യൂടെക്സ് വെച്ചിട്ട് ഓരോ പേരിൻ്റെ ഇനീഷ്യൽ ഒന്ന് ഇതാക്കി കൊടുത്തു. പിന്നെ അതേപോലെ പോകുമ്പോൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കയ്യിൽ കൊടുത്തു. പിന്നെ അയണിങ് ആണ്. ഈ സത്യം എനിക്ക് അയൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറ് പരിപാടി വേറെ ഇല്ല. പ്രത്യേകിച്ച് യൂണിഫോം അത് അയൺ ചെയ്താൽ അങ്ങ് റെഡി ആവുകയില്ല. എന്തായാലും നിവൃത്തിയില്ലല്ലോ, അങ്ങനെ അയൺ ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് ചുളുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചുളുക്കൊക്കെ നല്ലോണം എടുത്ത് കാണിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്ലോത്താണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇസ്തിരിപ്പെട്ടീൻ്റെ ചൂട് പോയില്ല. ഞാൻ അമ്മയ്ക്ക് ഇസ്തിരി ഇട്ട് തരാമെന്നും പറഞ്ഞിട്ട് ഓള് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഇസ്തിരി ഇടുന്നുണ്ട്. അവർക്ക് മറ്റേ എന്തൊക്കെയോ സാധനങ്ങൾ വേറെ കൊണ്ടുവന്ന് ഇസ്തിരി ഇടണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പ്ലഗ് കുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ, ചൂടും കുറവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. എനിക്കാണെങ്കിൽ ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല, തൊണ്ട വേദനയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കിങ്ങിണീനെ ഒന്ന് ഒരുക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്. രണ്ടാളും മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടോ. എനിക്ക് അത്രയും വയ്യായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പനിക്കുന്നൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിന്ന് പോയത് ഓട്ടോയ്ക്കാണ് പോയത്. നാളെ മുതൽ ഇനി ബസ്സിന് ഓട്ടോയ്ക്ക് എന്തിനേന്ന് പോകണം. എന്തായാലും 1-2 ആഴ്ച ഞാൻ കൊണ്ടുപോയി ആക്കി കൊടുക്കേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും. നമുക്ക് അവിടെ പ്രവേശനോത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കെ ജിൻ്റെ ക്ലാസ്സൊക്കെ AC ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഉദ്ഘാടനം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ 1-ാം ക്ലാസ്സിൻ്റെ ഇതിൻ്റെ സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ കൂടെ മിക്സഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മേലെ മക്കളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ക്ലാസ്സിലേക്ക് കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വന്നിരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഈ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് 1-2 ആളുകളുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കപ്പുറത്തില്ല പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ക്ലാസ്സിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇത് KG കുട്ടികളതാണ് കേട്ടോ. ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ പുതിയ ക്ലാസ്സിലേക്ക് മാറാനുള്ള പരിപാടി, ഓരോതായിട്ടുള്ള സെറ്റപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മണീനെയും കിങ്ങിണീനെയും ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നമ്മൾ മുഹമ്മദ് റിയാസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ബാഗ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അവരെ ആക്കിയിട്ട് പിന്നെ എനിക്ക് 1-2 ചിറ്റലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 11:30 ആകുമ്പോൾ അവിടെ സ്കൂളിലാക്കി കണ്ട് ഞാൻ പോയിട്ട് പിന്നെ ഒരു 2 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോഴേക്കും ആയുഷി സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആയുഷീൻ്റെ കാര്യത്തിലാണ് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, എങ്ങനെയാകും എന്നുള്ളത് കേട്ടോ. പക്ഷേ ഓള് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഏറ്റവും നല്ല കമ്പനിയായി. 3 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടോ. ഫ്രണ്ട്സിന് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷനായിരുന്നു ഓൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ട്സിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓൾ അധികം അങ്ങനെ ആക്റ്റീവായി പുറത്ത് ചാടി പോകുന്ന ആളല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? നാളെ തന്നെ വൈകുന്നേരം വരെ പോണ്ടേ? ഓക്കെ, സെറ്റല്ലേ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? കുട്ടികളെ ഫ്രണ്ട്സിനെ കിട്ടിയോ? പേരെന്താ? 2 ആൾക്കാരുണ്ടല്ലേ? 3 ആള്. അപ്പോൾ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലേ? നാളെ മുതൽ പോകല്ലേ ഇനി? അങ്ങനെ നമ്മളെ പുതിയൊരു അധ്യയന വർഷം പുതിയൊരു സ്കൂളിൽ തുടങ്ങുകയാണ് ഇന്നത്തോട് കൂടിയിട്ട്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.